ഈ വിഷുവിൻ്റെ മൂന്നാമത്തെ കറി ദ്രുശ്ശേരിയാണ്. മുരിങ്ങക്കായും വെണ്ടക്കായും പരിപ്പും മാങ്ങയിട്ട് വെച്ചിട്ടുള്ള ഒരു കറി. റെസിപ്പിക്ക് വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ അടുത്ത സാധനത്തിലേക്ക് അടുത്താണ്. വെണ്ടക്കായ പരിപ്പും മുരിങ്ങക്കായും കൂടിയിട്ടുള്ള ഒരു കറിയാണ്. നമ്മൾ ചട്ടിയുടെ വെച്ച് അതിലേക്ക് 3 സ്പൂണ് എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ 1 സ്പൂണ് കടുകൊന്ന് പൊട്ടി വരണം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്കൊരു 3 വറ്റൽമുളക്, ഒരു ബേബി, ഒരു 2 പിടി സാധനങ്ങൾ ഒന്ന് ഇളക്കുക. അതിലേക്ക് നേരത്തെ ഷോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിനകത്ത് കുറച്ച് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ ഉപ്പും വെച്ചിട്ടാണ് ഷോക്ക് ചെയ്തിട്ടുള്ള ആ പരിപ്പ് ഇതിനകത്തേക്ക് ഇട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് അടിക്കുക. അതിനുശേഷം ഒരു 10 ചെറിയ ഉള്ളി ചതച്ചത് ഇതിനകത്തേക്ക് ചേർക്കും. സവോള ചേർക്കരുത്, കഴിയുന്നതും ചെറിയ ഉള്ളി തന്നെ ചേർക്കാൻ നോക്കുക. സവോള ചേർത്ത് കഴിഞ്ഞാൽ സ്വാദ് ഉണ്ടാവില്ല, ഇതുപോലൊരു സ്വാദ് ഉണ്ടാവില്ല. അതൊരു മധുരമാണ് ഉണ്ടാക്കുക. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുക. ഉള്ളി ഒന്ന് മൂക്കണം, അല്ലെങ്കിൽ വേവും. അതിനായിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കും. 2 മിനിറ്റ്. അതൊന്ന് ആയി വരുമ്പോൾ ഒന്നുകൂടിയും ഇതിലേക്ക് ഒരു മണം പോകുന്നോണം. ഉള്ളിയും പരിപ്പും കൂടിയിട്ട് മൂക്കുന്നൊരു മണവും സാധനങ്ങളൊക്കെ വന്നോളും. നടക്കുക. അതിലേക്കൊരു 4 പച്ചമുളക് നെടുകി കയറിയത് ഇടുക. ഒരു മാങ്ങ മുറിച്ചത് കൂടി അതിനകത്തേക്ക് ചേർക്കാം. ഇതൊരു ചെറിയ പുളിപ്പും ഒക്കെ കറിക്കുണ്ടാക്കാനാണ് മാങ്ങ ചേർക്കുന്നത്. മാങ്ങ ഒന്ന് വെന്ത് വരണം. വീണ്ടും അത് ഒന്ന് അടച്ചു വയ്ക്കും. വീണ്ടും ഒരു 2 മിനിറ്റ്. മാങ്ങയ്ക്കൊന്ന് മൂത്ത് വന്നു. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു തക്കാളി ക്യൂബായിട്ട് അരിഞ്ഞത്, തക്കാളി വെന്തൊടിയൊന്നും വേണ്ട, ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. ഈ തക്കാളി ഇട്ടതിന് ശേഷം 1 സ്പൂൺ ഉപ്പ്. നമ്മൾ നേരത്തെ പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിലിട്ടിട്ടുള്ള ഒരു തരി ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ തക്കാളി ഇട്ട ശേഷം 1 സ്പൂൺ ഉപ്പിടും.
അതിനെ ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വേറെ പൊടികളൊന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് മൂക്കാനായിട്ട് ഒന്ന് ഇളക്കുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, ഈ വെള്ളം ഒന്ന് തിളച്ചു വരണം. അതിനായിട്ട് അടച്ചു. അത് തിളച്ചു വന്നു. വീണ്ടും ഒന്ന് ഇളക്കുക, ഒന്നും ഉടഞ്ഞു പോകാതെ നോക്കുക. അതിലേക്ക് അടുത്ത പച്ചക്കറി, ഒരു 3-4 വെണ്ടക്കായ, ഒരു മുരിങ്ങക്ക, ഇത്രയും ഇതിനകത്തേക്ക് ഇടാം. ഒന്ന് നന്നായിട്ട് ഇളക്കുക. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. ഇനി ഇത് നന്നായി തിളച്ച് വെണ്ടക്കായ മുരിങ്ങക്കായ ഒന്ന് വെന്ത് വരണം. അടച്ചു വയ്ക്കുക ഒരു 5 മിനിറ്റ്. അപ്പോൾ അത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. വെണ്ടക്കായും മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചില ആൾക്കാർ ചോദിക്കും, എന്തിനാണ് ഈ മുരിങ്ങക്കായും വെണ്ടക്കായും ഇതിൻ്റെ അകത്തേക്ക് 2-3 നേരത്തെ സാമ്പാറിലോ വെണ്ടക്കായ നമുക്ക് ഒഴിവാക്കിക്കൂടെ, അല്ലെങ്കിൽ മുരിങ്ങക്കായ ഒഴിവാക്കിക്കൂടെ എന്നൊരു ചോദിക്കും. ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മുരിങ്ങക്കായ ഇതിലൊരു വലിയ റോളുണ്ട്. മുരിങ്ങക്കായ്ക്ക് നല്ല മണം ഇതിനകത്തേക്ക്, ഈ മാങ്ങയും മുരിങ്ങക്കായും ചേർന്നുള്ള മണമും ഇതിനകത്തേക്ക് വരുന്നത് അപാരം. വെണ്ടക്കായാണെങ്കിൽ കഴിക്ക് ഒരു കൊഴുപ്പുകളുണ്ട്. അതുകൊണ്ട് ഇത് മുഴുവൻ ഒഴിവാക്കാതിരിക്കുക. ഒഴിവാക്കണം നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വെണ്ടക്കായ ഒഴിവാക്കുക, മുരിങ്ങക്കായ അതേപോലെ തന്നെ ഇന്നലെ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങ ഞാൻ അരച്ചേക്കുന്നത് തേങ്ങയും ജീരകവും, നല്ല ജീരകം, 1 സ്പൂണ് ജീരകം, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണോളം ഉപ്പ്, ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ അരച്ചേക്കുന്നത്. ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി ആ വെള്ളപ്പൊടി ഒഴിച്ചു. ഇതൊന്നും വേണ്ട, വെറുതെ ഒന്ന് ഇതാക്കാനുള്ള വെള്ളം പോയി കേട്ടോ. ഈ വെള്ളമാണ് കറിയുടെ ഒരു കൺസിസ്റ്റൻസിയും ഇതൊക്കെ കീപ്പ് ചെയ്യും. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, തേങ്ങ ചേർത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങ അധികം തിളക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ട. ഒരു തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യും. നന്നായി ഒന്ന് ഇളക്കുക. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. പാകണം. മാങ്ങയുള്ളതുകൊണ്ട് പുളിയുണ്ട്. മുരിങ്ങക്കായ മാങ്ങയും കൂടിയുള്ള ടേസ്റ്റ് അപാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒഴിവാക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വെണ്ടക്കായ മാത്രമേ ഒഴിവാക്കാറുള്ളൂ. തക്കാളി, വേപ്പില ഇടണം, പച്ചമുളക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ ഇടണം.
തിള വന്നു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ ഇതിലൊഴിക്കുന്നത് ഒരു ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യും. നിർബന്ധമില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ആ തിള വന്നു തുടങ്ങും. തിള വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യും. തിളച്ച് മറയാൻ വയ്ക്കരുത്. ഇതൊരു മൺചട്ടിയാണ്. ഇവിടെ ഇരുന്ന് തന്നെ തിളച്ചോളും. അത് നന്നായിട്ട് വെന്തോളും ചെയ്യും. ഇതിലേക്ക് ഇനി വേറെ അരപ്പോ വറുത്തിടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മുരിങ്ങക്കായും വെണ്ടക്കായും പരിപ്പും മായം ചേർന്നുള്ള ഒഴിച്ചുകറി.